ഞാൻ ഇത് കളിക്കാന്ന് ഓൾറെഡി പറഞ്ഞടാ. നമ്മുടെ നാട്ടിലെ പിള്ളേർ ചെയ്തൊരു സാധനമല്ലേടാ. അപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാരല്ലേടാ ഇതൊക്കെ ഇത് ചെയ്യേണ്ടത്. ചില കേസ് ഞാൻ RP ആരെങ്കിലും സ്ട്രീം ഉണ്ടെങ്കിൽ നിങ്ങൾ RP കാണാനാണെങ്കിൽ നിങ്ങൾ RP അവിടെ പോയി കാണാൻ. ഞാൻ ഇന്ന് എന്തായാലും ഞാൻ ഇത് കളിക്കുക. Interactive. Island. New game. ലൈറ്റ് ഓഫ് ചെയ്യാനോ? ഒരു ചുമന്ന കല്ല് ആ മണ്ണിൽ പതിച്ച ദിവസം ആ നാടിന്റെ വിധി മാറി. അപ്രതീക്ഷിത മരണങ്ങൾ, കാരണങ്ങളില്ലാത്ത നിലവിളികൾ, ഭയത്തിന്റെയും മരണത്തിന്റെയും നടുവിൽ ജനങ്ങൾ പോറ്റിയുടെ അടുക്കലെത്തി. പക്ഷേ പോറ്റിയുടെ കണ്ണുകളിൽ ആ ഭയം തീരെ ഉണ്ടായില്ല. ആ ശക്തിയെ നിയന്ത്രിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കല്ലുവതിച്ച സ്ഥലത്തേക്ക് പോറ്റി നടന്നു. മന്ത്രങ്ങൾ മുഴങ്ങി, അഗ്നി ഉയർന്നു. വിറച്ചുപോയ ആ ചുമന്ന ശക്തിയെ പോറ്റി തന്റെ രൂപകൃതിയിലേക്ക് ആവാഹിച്ചു. പക്ഷേ ശക്തിയെ മുഴുവനായി ബന്ധിച്ചു എന്ന് കരുതിയെങ്കിലും അതവിടെ അവസാനിച്ചിരുന്നില്ല. വീടിനകത്തെല്ലാം സാധാരണമായിരുന്നു. ചിരികളും ബന്ധങ്ങളുടെ ചൂടും ഒരു നിമിഷത്തേക്ക് ആ വീടിനെ നിറച്ചു. പക്ഷെ അവർക്കറിയാതെ അവരുടെ സമാധാനത്തെ നോക്കി മറ്റൊന്ന് കാത്തുനിന്നിരുന്നു. വൈകാതെ തന്നെ ആ ശക്തി തന്റെ ഇടം കണ്ടെത്തി. ഒരു ശരീരം ഇപ്പോൾ അതിൻ്റെ അധീനതയിലായിരിക്കുന്നു. രക്തബന്ധങ്ങൾ പോലും അതിൻ്റെ മുമ്പിൽ നിലനിന്നില്ല. ഒരിക്കൽ ചേർന്നിരുന്നതെല്ലാം അവിടെ തന്നെ തകർന്നു വീണു. അവനെ ചുറ്റിയ നിശബ്ദത ഭാരം കൂടിയതുപോലെ തോന്നി. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ നിശബ്ദത പോറ്റിയെയും വിഴുങ്ങി. അങ്ങനെ പുറത്തുനിന്ന് ആരും എത്താതിരിക്കാനായി ആ ഇല്ലം ചുറ്റും വെള്ളം നിറഞ്ഞു. പിന്നീട് അവിടെ നിറഞ്ഞിരുന്നത് നിശബ്ദതയല്ല, അവസാനിക്കാത്ത ഒരു കാത്തിരിപ്പായിരുന്നു. സാമ്പത്തിക വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 1800 രൂപയ്ക്കാണ് വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അന്വേഷിക്കപ്പെട്ടു വരുന്ന സുരേന്ദ്രക്കുറുപ്പ് ഇപ്പോഴും പിടിയിലായിട്ടില്ല. സംഭവത്തിന് ശേഷം സുരേന്ദ്രക്കുറുപ്പ് ഒളിവിൽ പോയതായാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. മറ്റൊരു നിർണായകമായ കേസിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. അന്വേഷണ പത്രപ്രവർത്തകയായ ഇന്ദിര, 30 വയസ്സ്, കഴിഞ്ഞ 2 ആഴ്ചയായി കാണാതായിരിക്കുകയാണ്. അവസാനമായി കണ്ടത് ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്നാണ്. സംശയകരമായ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദിരയെക്കുറിച്ച് വിവരങ്ങളുള്ളവർ അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. എന്താ ലൈറ്റ് ഓഫ് ഒരു മിനിറ്റ്. എല്ലാ ലൈറ്റും ഓഫ് ചെയ്താ എനിക്ക് കാണാൻ പറ്റൂലെന്ന് എനിക്ക് പേടിയാ. അതിനെല്ലാരും പറയുന്നത്. അല്ല, ഇത് ഇൻട്രോ കണ്ട മലയാളത്തില് നമ്മള് ഞാൻ ആദ്യമായിട്ടാണ് ഒരു PC ഗെയിം മലയാളത്തിൽ ഇൻട്രോ. സത്യമല്ല, ഇത്രയും നാൾ ഗെയിം കളിച്ചിട്ട് ഗൈസ്, അതേ പറഞ്ഞ എനിക്ക് ഗൂസ് ബംസ് വന്നെന്ന്. ഇത്രയും നാൾ ഗെയിം കളിച്ചിട്ടേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗെയിം മലയാളത്തിൽ ഒരു ഇൻട്രോ എക്സ്പീരിയൻസ് ചെയ്യണത്. എന്റെ പൊന്നോ, അത് തന്നെ അവരുടെ അച്ചീവ്മെന്റ് ആണ് ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. അത് തന്നെ അവരുടെ അച്ചീവ്മെന്റാ. Interact. Guys, light off.
അമ്പോ. ഇത് ലാലേട്ടനാണോ ഇത്? ആ ഇതല്ല പത്രത്തില്. എവിടെ, ഏത് പത്രത്തില്? പത്രം, ടേബിളിലുള്ള പത്രം. അയ്യോ, ഇത് ലാലേട്ടനായിരുന്നല്ലേ? റൈസ് ഓഫ് ബോളിവുഡ് ന്യൂ യൂത്ത്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഈശ്വര ഭഗവാനെ രക്ഷിക്കണേ, ജംസ്കെയർ മാത്രം തരല്ലേ, എനിക്ക് അതാ പേടി. ഞാൻ ആ പാട്ട് നോക്കിയിട്ട് അതെന്താ കുറുക്ക വലിച്ചാണ് ആരിലും? Don't forget the car key. അതെ, കാർ കീ added to inventory. അല്ല, ഇവിടെ ഒരു റൂം ഉണ്ടല്ലോ, അതിനകത്ത് എന്താ നോക്കട്ടെ. ഇത് കക്കൂസ്. ഇത് തുറക്കാൻ പറ്റൂലേ? കൊട എടുക്കണം. വീട് മൊത്തം എക്സ്പ്ലോർ ചെയ്യണം. ആണല്ലേ? ചാറ്റിപ്പറന്ന് ഇരുന്നിട്ട് പോവാൻ. കക്കൂസിലാ? ഇതാരാ? മമ്മൂട്ടിയാ? മമ്മൂട്ടിയല്ല, അത് നമ്മള്. ഇവനൊക്കെ ഏതാ? ഇന്ററാക്ട്. ഇവിടെ എന്ത് ഇതുവല്ലം തുറക്കമുണ്ടോ? ഇല്ല. ഫോട്ടോ ഓഫ് മൈ വൈഫ്. തിരിഞ്ഞിരിക്കുന്ന ഫോട്ടോ എന്ത് ചെയ്യും? ബാറ്റ് ഇത് വിരിച്ചിടുവല്ലോ വേണോ? കിച്ചന്റെ അവിടെ ഒരു റൂം കൂടി ഉണ്ടെണ്ണ, കിച്ചന്റെ അവിടെ ഒരു റൂം കൂടി. ഇരുന്നിട്ട് നോക്കിയണ്ണ. ഇവിടെ ഇന്ററാക്ട് ഇല്ല. ഇവിടെ വേറെ ഒന്നുമില്ല കേട്ടോ. ഈ ലൈറ്റ് ഓഫ് ചെയ്തേക്കാം. കറണ്ട് ബില്ല് വെറുതെ. I should put them back. ആരാണ്ട് ഫോൺ വിളിക്കുന്നെ. ഹലോ ബ്രോ, ഞാൻ ലൈവാണ്. അതെ 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 അതെ. ഓക്കെ ഓക്കെ. ഇവിടെ ജംസ്കെയർ എനിക്ക് ഭയങ്കര സീനാ ഗൈസ്. എനിക്ക് അങ്ങോട്ടാ വനവിസ്മയം. അയ്യോ, ഇവിടെ എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. ഫോണവിടെ അടങ്ങിയിരിക്കാത്ത എന്താ പേടിയാവണം എനിക്ക്. ബുക്സ് ഹിയർ. അവിടെ ഇടണ്ടേ കണ്ട. ഇതും വനവിസ്മയം.
ഇതെന്താ? പ്രാചീന കൃതികൾ. ബ്ലൂ ബുക്ക്. നീലപ്പൂക്കൾ. ഇത് മറ്റേത് തന്നെ. പൂക്കൾ. ലൈസൻസ് പേപ്പർ. ബാക്കി അവരെ കൂട്ടുന്നാണോ? നിന്റെ ഭാര്യ ഇവിടെ ഉണ്ട്. ഇതെന്ത്? 8411 761445.6. ദൈവത്തിന്റെ അടുത്ത് പ്രേതം വരില്ല. അയ്യോ, ഞാൻ മറ്റു ഇതാണ് നമ്മള്. മീശയുണ്ടല്ലോ ഇതില്. വൈഫിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ റോങ്ങർ ചെയ്ത വണ്ടി. ഇത് റോങ്ങർ ചെയ്താണോ വണ്ടി? റോങ്ങർ ചെയ്ത വണ്ടിയാ. റോങ്ങർ ചെയ്ത ഓ, എന്താലേ That must be the house. Diary update. Tap to check. എൻ്റെ ഡയറി. എങ്ങനെയാ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല? ഡയറി അത്രേ ഉള്ളു. ഇടത്തോടെ പോണോ വലത്തോടെ പോണോ? നല്ലൊരു കാര്യത്തിനും അല്ലേ വലത്തോടെ പോവാ. ഇത് ഈ ഗെയിമിന്റെ മാക്സ് ഗ്രാഫിക്സ് ഒക്കെ മാക്സിമം അല്ലേ? ഹൈ 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 അൺലിമിറ്റഡ്. ചാത്തൻ.
നീ വന്നുവല്ലോ. മുമ്പ് ഒരാൾ ഇവിടെ എത്തിയിരുന്നു. അവൾ സത്യം തേടി. അവൾ ഇവിടെ നിന്ന് പോയിട്ടില്ല. ഇടത്ത് തന്നെ പോണം. ഇങ്ങോട്ട് നേരെ പോയാൽ നമുക്ക് ജീവൻ തിരിച്ചു കിട്ടും, ഇങ്ങോട്ട് പോയാൽ ഭാര്യയെ കിട്ടും. ഞാനാണെങ്കിൽ ഇതേ ചൂസ് ചെയ്യുള്ളൂ കേട്ടാ. ആദ്യം നമുക്ക് വീടിന്റെ പുറത്ത് വരുന്നില്ലല്ലോ. എന്താ? ഹലോ. അല്ല അത് കേറല്ലേ, മൊത്തം കറങ്ങിട്ട് കേറിയാ മതി. അതാ ആ പറഞ്ഞ അത് പറയണത് എത്ര എക്സ്പ്രസീവ് ആയത്. പേടിച്ചു ആള് പോയത് സത്യം. ഇവിടൊന്നും വേറെ ഒന്നും ഇല്ല. ഇവിടൊന്നും വേറെ മണി അടിക്കാൻ പറ്റുമോ? എന്താ? വിളിച്ചോക്ക് പെണ്ണിനെ, ഇറങ്ങി വരും. റിങ് അടിക്കാനാ? കയ്യില് ഫോണൊന്നുമില്ല. ഇത് കൂട്ടാൻ പറ്റുവാടാ? മറ്റേ ഇത് ഫീൽഡ് ഓഫ് FOI കൂട്ടാൻ പറ്റുമോ? ഇല്ല, ഇങ്ങനെ തന്നെ. ഇങ്ങനെ തന്നെയാണോ? സ്ക്രീൻ പെർസെന്റേജ് പറ്റും 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 പറ്റൂ. അത് ഏതാ ഇതിനകത്ത്? സ്ക്രീൻ പെർസെന്റേജ് ആണോ? ഹലോ ഹലോ, ഫീൽഡ് ഓഫ് വ്യൂ ആ 90 അല്ലേ? ആ കൂട്ടി നോക്ക്. ഇറങ്ങിപ്പോയി ചേട്ടാ. തരാൻ കേട്ടോ സമയം. പേടിച്ചു പോയി മനുഷ്യൻ. നീ പുറത്തു പോയിക്കോന്നല്ലേ പറഞ്ഞത്?
ലൈവ് എടുത്ത് നോക്കി ഫീൽഡ് ഓഫ് വ്യൂ മാങ്ങയായിട്ട് വന്നിരിക്കണം 11:30. ചേട്ടാ ഫീൽഡ് ഓഫ് വ്യൂ 90 കൂട്ടിക്കോ. അപ്ലൈ ചെയ്തില്ല. ഇല്ല അപ്ലൈ ചെയ്തിട്ടില്ല. അവിടെ ഓട്ടോമാറ്റിക് ആയി. ഡയറി ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല ഗൈസ്. ഇത് ഡയറിയിലെ റൈറ്റ് സൈഡ് എഴുതി കാണിക്കുന്നതാണ് സംഭവം. അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതാ ഏത് സൈഡിലാണ് കാണിക്കുന്നത്? റൈറ്റ് സൈഡിൽ എഴുതി കാണിക്കുന്നതാണ് ഡയറിയിൽ പറയുന്നത്. ഓ, ഫൈൻഡ് എ വേ ടു ഗെറ്റ് ഇൻസൈഡ്. ആ നോക്കി മാറ്റാനൊന്നും പറ്റൂലല്ലേ? നമ്മളിവിടെ വന്നല്ലേ? ഇനിയിപ്പോ അത് കേറാനേ പറ്റുള്ളൂ, വേറൊന്നും പറ്റൂല. ഇനി കേൾക്കും. ഞാൻ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ, മിസ്സാക്കണ്ട. ഇതെന്താ ഷിഫ്റ്റ് ഞെക്കിട്ട് സ്പീഡിൽ പോവാത്തെ? എത്ര സ്പീഡാണ്? അതാ എന്താ അത്? Five hours later. എടാ എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയടാ എനിക്ക് ഈ സാധനം ഇങ്ങനെ കളിക്കാൻ. ഒരു വഴിയില്ല, അത് നല്ല ഇരുട്ടാ. എനിക്ക് പാനിക് അറ്റാക്കിന്റെ പ്രശ്നമുണ്ടോ? അതുകൊണ്ടാ. വേറെ നിനക്ക് ഈ വീട് അന്യമായിരിക്കും, പക്ഷെ ഈ വീട് നിന്നെ മറന്നിട്ടില്ല. റൂം മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് പോയാ. ഇങ്ങോട്ട് വഴിയുണ്ടോ? ഇതെന്തോ ആലോ കണ്ണു കാണത്തില്ല എനിക്ക്. വേറൊന്നും ഇല്ലടാ ഇതിനകത്ത് വേറൊന്നും ഇല്ല. ആ തീക്ക് എടുത്താനും കത്തിക്കാനൊക്കെ പറ്റുണ്ടോ? എന്തായാലും ഇരുട്ടാണോ? ഓക്കെ, അത് പോയി. ഉള്ള ടോർച്ചും പോയി, ലൈറ്റും പോയി. ഇതെങ്ങനെ കത്തിക്കുമല്ലോ? പോയി അത് ടാർഗറ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞാണത്. മറ്റേ മെഴുതിരിങ്ങളുടെ കയ്യിലിപ്പോ പോയി. അത് ഉണക്കില്ലൊന്നും കാണാൻ പറ്റില്ലേ? ഇത് എടുക്കാൻ പറ്റും കയ്യില്? ഇല്ല. ഇത് എവിടെയായിരുന്നു ആ ടോർച്ച്? എനിക്ക് കാണുന്നില്ല. മൗസ് പോയിന്റ് വെക്കുമ്പോ അത് ബ്ലിങ്ക് ആവും.
ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒരു ക്രോസ് എയർ പോലെ ഉണ്ടോ? അതാ ആ മറ്റേ കാൻഡിലിന്റെ തൊട്ട് ഓപ്പോസിറ്റ്, അതിന് നേരെ പുറകില്. എന്ത് ആവശ്യം ഇരുന്നടാ അത് അണക്കണ്ടേ? അത് എന്ത് ലൈറ്റ് അല്ലല്ലോ ഇത് എവിടെയെന്ന് ഇനി ഞാൻ എങ്ങനെ കണ്ടുപിടിക്കേണ്ട? കണ്ണ് കാണും. അണ്ണൻ ടോർച്ച് എടുത്ത് എറിഞ്ഞ എന്തിനാണ് ചെയ്തത്? എനിക്ക് അറിഞ്ഞൂടെ ഊതിക്കെടുത്തി എന്ന് തോന്നുന്നത്. ആ അണ്ണൻ ക്രൗച്ച് ഒന്ന് അടിച്ചിപ്പോ പോവല്ലേ? ലൈറ്റ് പോലും ഇല്ല. അയ്യോ, അതിനകത്ത് കയറി പോവാ. എടാ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലടാ എവിടാന്ന്. ലോഡ് അടിച്ചാൽ മതി, ഒന്നും പറ്റിയില്ലെങ്കിൽ ലോഡ് അടിക്കാൻ പറ്റും, വേറെ വഴിയൊന്നും എന്തോന്ന് റീലോഡാ? ലോഡ് അടിക്കാൻ പറ്റും. ലോഡ് ചെയ്താൽ മതി. അണ്ണ ഇവിടെ തന്നെ അല്ലേ? ആ ഞാൻ പിന്നെ അണ്ണ അങ്ങനെ ചെയ്യ്. അത് മതി. അതന്നെ. ഓപ്ഷൻ ഇല്ല. ഇല്ല, ഇപ്പൊ ഒന്നേ തരൂല്ലേ? അന്നപ്പോ മനസ്സിലായില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ അടന്റെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഒന്നേ തോന്നുന്നു. എടാ ഇത് ആയിന്നിട്ട് വന്നോ വീണ്ടും? ഇല്ലില്ല, കോടി കയറിയാ പടി കയറിയാണ്. അപ്പൊ ലൈറ്റ് ഓഫ് ആയാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഒന്നും കാണാൻ പറ്റത്തില്ല. സൂപ്പർ, അതത് കാണിച്ചു തന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടു. ഗൈസ് ഒന്നെങ്കിൽ ഇന്ന് ഈ ലൈവില് ഞാൻ അറ്റാക്ക് വന്ന് വീഴും. ഞാനിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ വിചാരിക്കും ഞാനിത് ഇത് കാണിക്കുന്നതാണ്. എനിക്ക് ജംസ്കെയർ ഭയങ്കര പേടിയാ ഗൈസ്. എനിക്ക് ഭയങ്കര പേടിയാ. ഞാൻ സത്യസന്ധമായിട്ട് നല്ല പേടിയാണെങ്കിൽ സൗണ്ട് കുറച്ച് വെച്ചോ. ആങ്സൈറ്റി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ആങ്സൈറ്റി ജംസ്കെയർ ഇഷ്യൂസ് ഉണ്ടടാ. അത്ര സീനൊന്നും ഞാനൊക്കെ 70 ഇട്ടിട്ടാ കളിച്ചത്. എനിക്ക് നല്ല പേടി. ഇല്ല, ശരി ഫണ്ണായിട്ട് കളിക്കാം. ഡബിൾ ഇട്ടല്ലോ. കറക്റ്റ് ലൊക്കേഷൻ നോക്കി വെച്ചോ ചേട്ടാ. ഇനി വേറെ വഴിയൊന്നുമില്ല. ക്രൗച്ച് അടിച്ച് അതുവഴി പോവാൻ. അത് വീണ്ടും പിടി ചെക്കല്ലേ? അല്ല രണ്ടാമതൊരു സംഭവം ഉണ്ട്. അത് അവിടെ തന്നെ മൗസ് വെച്ച് കഴിഞ്ഞാൽ ഓയിലില്ലെന്ന്. The torch does not need new torch oil yet. ഇത് എടുക്കാനൊന്നും പറ്റൂലല്ലോ. ഇല്ല എടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞ. അണ്ണ അതല്ല, റൂം മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് തുടങ്ങാൻ വേണ്ടിട്ട്. അതുകൊണ്ടാണ്. ഞാൻ റൂം മൊത്തം എക്സ്പ്ലോർ ചെയ്തു. ഇല്ല ഇല്ല, കാണുന്ന എന്തോ ഉണ്ട് ഇവിടെ. എല്ലായിടത്തും കുഴിഞ്ഞോ കേട്ടോ. ആ ഷെൽഫൊക്കെ തുറന്നാണ്. ഇല്ല, തുറക്കണില്ല. ലോക്കാണപ്പം. ചേറിലും ഇല്ല, ഒന്നും താഴെയില്ല. എന്തെങ്കിലും സംഭവിക്കും. അല്ല, ഇത് എക്സ്പ്ലോർ ചെയ്തത്. ഇവിടെ ഒന്നും ഇല്ലടാ. ഇവിടെ ഒന്നും ഇല്ല. അപ്പുകുട്ടാ പോയായിരുന്നു. ഇല്ല കളിക്കാൻ. ഇത് മിണ്ടായിരിക്കും. സെൽഫ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ. അതെ നമ്മൾ പറയുമ്പോ അവിടെ ഈസിന്ന് ഡിസ്കണക്ട് അടിക്കുന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓക്കെ ഇതെന്താ? അത് വായിച്ചായിരുന്നല്ലോ. ലൈറ്റർ ആഡഡ് ടു എക്വിപ്മെന്റ്. അങ്ങനെ ഇത്ര നേരം എടുത്തില്ലേ? കിട്ടി. ഇതല്ലേ സാധനം? എന്തൊക്കെയോ അത് നമ്മളെ അറിയാനുള്ള വെച്ച്
ചേട്ടൻ ഇറങ്ങി ഓടി, ചേട്ടൻ ഇറങ്ങി ഓടി. വന്നല്ലേ എനിക്ക് ഈ സാധനമൊക്കെ ഹെഡ്ഫോണൊക്കെ ഊരി എടുത്ത് എറിഞ്ഞിട്ട് ഓടി. അണ്ണാ ഇനി സീനൊന്നുമില്ല. ഇത് ഇനി കണ്ടല്ലോ, ഒരാ കാല് കണ്ടല്ലോ, ഇനി സീനില്ല. ഇനി മുഖം കണ്ടോളൂ. എന്നാ നോക്കി കണ്ണൊക്കെ അടച്ചോ, വെച്ചേണ് അടച്ചോ. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ എന്തോ ഉണ്ട് കേട്ടാ. എന്നാലും അവൾ എവിടെ പോയി? എനിക്കേ പേടിയാണ്. പക്ഷെ നല്ല രസം കേട്ടോ. ഞാൻ സൗണ്ട് കുറച്ചേക്കിട്ട്. ഇത് ഭാര്യനൊന്നും കണ്ടുപിടിക്കുന്നില്ലേ? ഇത് ഭാര്യയാണ് പോയ. അപ്പൊ എന്റെ അമ്മ ഭാഗ്യം. കിട്ടി കിട്ടി. അടാ ഒന്നുമില്ല, പ്രാണം വരാണെങ്കിൽ ഊരി അടി, തീ കൊളുത്ത. അതെ എന്നാ ഇതെല്ലാം എന്താ അച്ചാറ് വരണയാ? ചാറ്റില് മ്യൂട്ട് മാമെന്നൊക്കെ വേണ്ട, ഞാൻ മിണ്ടല്ലേ. ഇതാ വന്ന വഴി തന്നെ. There is no key in the inventory. Okay. ആളെ തീർന്നേട്ടാ. അരക്കില്ല അരക്കില്ല. ആ ശരിക്കും പോയി. സാധനം എന്തൊക്കെ താഴെ വീണുട്ടോ. എന്തോ വീണേട്ടാ. സത്യം മൗസ് എന്തോ ഒറ്റയാൾക്ക് വന്നെനിക്ക്. നല്ല സീരിയസ് കുറച്ച് സൗണ്ട് കുറച്ച് വെച്ചോട്ടാ. സൗണ്ട് കുറച്ച പിന്നെ അത് ഇത് ഫണ്ട് ഞാനത് പണ്ട് പോയാണ് തീരെ ഇവിടുന്ന്. ആളുണ്ടാവും.
പണ്ടില്ല മാറുതി. അതൊക്കെ പറഞ്ഞല്ലേ ഈ പ്രമേഹത്തിലെ മമ്മൂട്ടി ഇത് കുടുംബം പറ്റി. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത് ഫസ്റ്റ് കഥയിൽ. മറ്റേ അമ്മാവൻ എന്റെ ഹേർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടണ. ഒരു പ്രശ്നമില്ല. കാരണം ചില്ലായി കളിച്ചാൽ ഇതോ നമ്മളെ ഭാര്യനെ കണ്ടുപിടിക്കാൻ പോകും. ഓക്കെ ബോളൂസേന്ന് വിളിച്ച് നടന്നാ മതി. മനസ്സിലായ ബോളൂസേ നീ എവിടെയെന്ന് വിളിച്ച് നടന്ന സിമ്പിൾ. അത്രേ ഉള്ളൂ. കാല് കണ്ട് ടോർച്ച് ഓയില് ഓയിൽ ഈ സാധനം നടത്തിയില്ലെന്ന് പറഞ്ഞു. മനസ്സിലായോ? അതായി ലൈറ്ററായി. ബോള് ഏട്ടായി വന്നു അങ്ങനെ പറഞ്ഞാ മതി. ഉണ്ടാ ഒന്നും തൊട്ട് പേടിക്കല്ല. കണ്ണാടി ഇന്ദിരാസ് ഗ്ലാസ്. ഓ ഇന്ദിരയുടെ കണ്ണാടി അല്ലേ അത്? ഇന്ദിരയാണ് നമ്മളെ പെണ്ണുമ്പിള്ള. അതിന്റെ ഐഡിയാണ് വന്നത്. എന്തിനാണ് നേരത്തെ പോയത്? ഇറങ്ങി ഓടി ചങ്ങല കിട്ടി. ഇതെന്താ കാണാത്ത എനിക്ക്? കരണ്ടില്ലാത്തൊരു വീട്. വന്ന വഴി ഏതായിരുന്നു? പോയ വഴി ഏതായിരുന്നു? ഹലോ ഹലോ. ആ ഇങ്ങോട്ട് പോയില്ല. അയ്യോ അടാ അത് ഭാര്യയല്ലാട്ടോ പോയത്. ഭാര്യയല്ല. ആള് മറിയുന്നു. എടാ ഇത് വരുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം താഴോട്ടാവണാണോ അതോ ഞാൻ മൗസ് വെച്ച് അടിക്കണാണോ? നല്ല ആൾക്കാരല്ല. ഈ രാത്രി ഈ മുറി മാത്രമേ എല്ലാം കണ്ടിരുന്നു. അതിന്റെ നിശബ്ദത ഇന്നും ഇവിടെ ജീവിക്കുന്നു. ആ രാത്രി ഈ മുറി മാത്രം എല്ലാം കണ്ടിരുന്നു. അതിന്റെ നിശബ്ദത ഇന്നും ഇവിടെ ജീവിക്കുന്നു. എന്റെ What happened here? വലിയ സീനാണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ നേരത്തെ ആരെയാണ് നമ്മൾ കണ്ടതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല കേട്ടോ. ഭാര്യയല്ല എന്തായാലും. വേറെ ആൾക്കാരുണ്ട് ഇതിനകത്ത്. വെട്ടി അടിക്കിനകത്ത് വല്ലതും വെച്ചിട്ടുണ്ടാവോ? ടോർച്ച് ഓയില്. ഇവിടുന്ന് ഇടത്തോട്ടാ അവളെ ഓടിയത്. പിന്നാലോ ഇതെന്താ ആരായിരിക്കുന്നേ? താഴെ ഇറങ്ങാൻ പറ്റുമോ തോന്നുന്നു. അത് അങ്ങനെ പോകാൻ പറ്റില്ലേ? ഇത് കുറച്ച് ഡേഞ്ചർ ആണേ.
ഇത് നമ്മള് തുടക്കം എടുത്തിയെടുത്ത് തന്നെ അവിടെ അല്ലേ ഇത്? ടോർച്ചിന് ഇട്ടു റീഫിൽ പോലെ ആരോ കരയുന്നു. ഹലോ ഇന്ദിര പോയി. ഞാനോ മാധവൻ? ഹലോ ബിസിയിലായിരുന്നില്ലേ? ഹലോ ഓ അത് പറ. മാധവനാണ്. നോ ടോർച്ച് ആഡഡ് ഇൻ ദി ഇൻവെന്ററി. ടോർച്ച് പോയോ? ഹലോ ടോർച്ച് പോയി. എവിടെ? നോ ടോർച്ചോ? ഇത് എങ്ങനെ കണ്ണു കാണും? ഇത് ആര്? ഇത് മറ്റേ പുള്ളിയല്ലേ? എന്റെ ടോർച്ച് ഇല്ലടാ. ടോർച്ച് താഴെ പോയതാണെന്നോ? കൂടാ ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കും? കിണറ്റില് വീണെന്നാ? ഏത് കിണറ്റില്? അവിടെ കിണറുണ്ടായിരുന്നാ? കിച്ചണിലുണ്ട്. കിച്ചൺ എവിടെ? ഇവിടെ എവിടെയായിരുന്നല്ലോ കിച്ചൺ? കിച്ചൺ താഴെയാണോ? എടാ കിച്ചൺ എവിടാ? പാനിക് അറ്റാക്ക് വരണം എനിക്ക്. ബ്ലാക്ക് സ്ക്രീനിന്റെ നടുക്കൊരു ക്രോസ് ചെയ്യറ്. ഇത് എങ്ങനെ കണ്ടുപിടിക്കും ഒരു മൻ? കണ്ണു പൂട്ടി ഒറ്റ ഓട്ടം. ഓടാന്ന് പറഞ്ഞ എങ്ങോട്ട് പോവാനാ? ഇത് വന്നോ?
ഗൈസ് ഈ കിച്ചണിലോട്ടുള്ള വഴി എങ്ങോട്ടാ എനിക്ക് മനസ്സിലാവുന്നില്ല ഒട്ടും. താഴെ മുകളിലായിരുന്നോ കിച്ചൺ? താഴെ 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 താഴെ. ആ ഈ ലെഫ്റ്റിലൊരു പൂജമുറി, ഇവിടുന്ന് റൈറ്റ് ആയിരുന്നു കിച്ചൺ. റൈറ്റ് കേട്ടോ, ഇവിടുന്നല്ല പുറത്തുനിന്ന് ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്തു. പക്ഷെ ഫുള്ള് ഇരുട്ടാന്നുള്ളൂ. നമ്മളിതാ ഈ സ്റ്റെയർ ഇറങ്ങി വന്നിട്ട് ഇവിടുന്ന് ഈ സ്റ്റെയർ ഇറങ്ങി വന്നിട്ട് എങ്ങോട്ടാ കിച്ചൺ? കാണുന്നില്ല. നേരെ പോയി നോക്കി ചേട്ടാ, അഡ്മിനെ വിളി. എവിടെയെങ്കിലും ഇടിച്ച് നിൽക്കോ നോക്കി. വേറെ ആരാണ്ട് നടക്കുന്നത് കേൾക്കുന്നു. എടാ ഇതിപ്പോ ഞാൻ ലോഡാക്കിയ ഇത് എവിടുന്ന് വരുവാടാ? നല്ല ദൂരം വരിക. ആണോ? ആ അയ്യോ അറൈവലിൽ നിന്ന് എടുത്തിട്ട് റൂമിൽ തന്നെ വരത്തുള്ളൂ. അതെന്റെ കയ്യിൽ നിന്ന് വീണ് പോയതാണോ അത്? ആ അത് ആ ജംസ്കെയർ വരുമ്പോ കയ്യിൽ നിന്ന് വീണ് പോണ. അയ്യോ ചേട്ടാ നേരെ വിട്ട് ഇവിടുന്ന്. ആ അത് ടേബിൾ ഉണ്ടോ? മേലോട്ടില്ല മേലോട്ടില്ല, പുറകെ പുറകെ ചെറിയൊരു ടേബിൾ ഉണ്ട്. ഡെവലപ്പേഴ്സിനെ വിളിച്ചിട്ട് ലൈറ്റ് ഓൺ ചെയ്ത് തരാൻ പറയാനാ. ബുദ്ധി ഇല്ലടാ നിനക്ക്. റൈറ്റിലോട്ട് പോയി നോക്കി. റൈറ്റ് റൈറ്റ് റൈറ്റ്. അല്ലേ നിന്നു. അപ്പോ അവിടെ വഴിയില്ല. ഇത് എന്ത് ചെയ്യൂടാ? അത് ആരെങ്കിലും ഒന്ന് പറഞ്ഞുവിടായിരുന്നോടാ അവിടെ വെച്ച് എന്റെ കയ്യിൽ നിന്ന് പോയെന്ന്. പിന്നെ പൂജാമുറി ഇല്ലേ, അതിന്റെ പുറകെ നേരെ ഓപ്പോസിറ്റ് പോയി നോക്കും. റൈറ്റ്, ഇവിടുന്ന് റൈറ്റ് 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 റൈറ്റ്. ആ അതുവഴി. അവിടെ എന്ത് താഴെ എന്താ ടേബിൾ എന്താ കിടക്കുക? അതിന്റെ പുറകില് പുറകെ കൂടെ പോകാൻ പറ്റുമോ? ആ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കേട്ടോ. ആ എങ്ങോട്ട് പോയി, എങ്ങോട്ട് പോകുന്നത്? ആ പോട്ട് പോട്ട് പോട്ട്. ഇറങ്ങിയെത്തിയ അതാ വേറെ വഴി, വേറെ വഴി പുറത്തോട്ട്. ആ ഇവിടെ എവിടെ വീണ് പോയത് എന്റെ കയ്യിൽ നിന്ന്. ഈ താഴെ വീണ് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റും. തപ്പണ്ടി വരെ. ആ ഇവിടെ എവിടെ വീണത്? ഇവിടെ ഇവിടല്ലേ വീണത് എന്റെ കയ്യിൽ നിന്ന്. കിച്ചന്റെ സൈഡ് പോയി നോക്ക്. ഇവിടെ നേരെ ഇല്ല. ഇതാണോ കിച്ചൺ? എവിടെ എവിടെ? ഇതല്ലേ അടിച്ച് നിൻ പന്ന കഴിവേറി മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങോട്ടാണ് പോണ്ടേ? ചേട്ടാ ടയറ് തുറന്നു നോക്ക്. എന്താ പറയുന്നു? എക്സ്പ്ലോർ ദ ഹൗസ്. എക്സ്പ്ലോർ ദ ഹൗസ്. ചേട്ടാ കിട്ടുന്ന എല്ലാം അട്രാക്ട് ചെയ്തു. ഇവിടെ നമ്മൾ വന്നതാ. വെള്ളം ഇതാണ് കിച്ചൺ. ഇത് വഴിയുള്ള
കിച്ചണിലൊന്നും ഒന്നുമില്ല. എല്ലാ ഒബ്ജക്റ്റും എവിടെയെങ്കിലും ഇന്ററാക്ട് ഉണ്ടോ? എന്താ ചെവി പോയി. എന്റെ ചെവി പോയി. എന്തേലും സ്ക്രീനിൽ എന്തെങ്കിലും വന്നായിരുന്ന? എന്റെ ഒരു ഒച്ച മാത്രം കേട്ട് ഞാൻ കണ്ടടിച്ച്. മിസ്സായി. അത് മിസ്സായി അണ്ട കണ്ടില്ല. നല്ല കാര്യം. നല്ല കാര്യം. ഞാൻ കണ്ടില്ലത്. അത് കണ്ടില്ല, എന്നെ തറയെ നോക്കി നടക്കുന്നോണ്ട് കണ്ടില്ല. വല്ല രൂപം വല്ലതായിരുന്നോ? ആ ആ ആ ചേട്ടൻ കുറച്ച് വെള്ളം കുടിച്ചു. രണ്ടു തുള്ളി പോയത്. 5000 പേര് ഓൾറെഡി പേടിച്ചു പോയി ഇവിടുന്ന്. എന്താ ബ്രോ, യു ആർ നോട്ട് എൻജോയിങ് ദ ഗെയിം, യു ആർ സ്പോയിലിംഗ്, പ്ലീസ് ബ്രോ. പോടാ കുണ്ണേ, നീ ആര്? നീ പറയണ പോലെ ഞാൻ കളിക്കണോ? എൻ്റെ ഇഷ്ടമാണ് എനിക്ക് കളിക്കുക. എനിക്ക് ജംസ്കെയർ ഗെയിംസ് പേടിയാ. ഞാൻ ഇങ്ങനെ തന്നെയാണ് കളിക്കണം. ഞാൻ ഇതധികം കളിക്കാറുമില്ല. ഒരു മലയാളം ഉണ്ടാക്കിയത് ഗെയിം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്ന് കാണിക്കുന്നത്. എൻ്റെ ഇഷ്ടമാണ്. നീ നിന്റെ രീതി കളിക്കുക, ഞാൻ എൻ്റെ രീതി കളിച്ചോളാം. പേടിക്കണ ഗെയിം പിന്നെ തുള്ളിച്ചാടി കളിക്കാൻ പറ്റൂടാ. അല്ല, ഞാൻ ഇനി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാം. എന്തൊക്കെ തരം ആൾക്കാരാണ്. എനിക്കത് പേടിയായോണ്ടാണ് ഞാൻ ഇതാക്കിയത്. എനിക്ക് ജംസ്കെയർ ഒക്കെ പേടിയാ. ഇവിടൊക്കെ നമ്മൾ വന്നതാണോ? എവിടെ വന്നതാ? ഇവിടെ വന്നിത് മറ്റേ ഇതൊന്ന് ക്യാൻ ഇവിടൊക്കെ നമ്മൾ വന്നാടാ. ഇതാണ് മറ്റേ സ്ട്രെയിറ്റ് ഉള്ള വഴി. ഇവിടെയാണ് സ്റ്റാർട്ടിങ്. ഇതിൽ കൂടെ നമ്മൾ കയറി വന്നേ. കിച്ചണിലൊരു റെഡ് ബോക്സ് ഉണ്ടായിരുന്നല്ലോ, കണ്ടോ? ചെറിയൊരു ഇതുപോലെ. ഇത് എങ്ങോട്ടാണെന്ന് മനസ്സിലാവണല്ലോ എനിക്ക്. ബാക്കി ഇത് ഏത് ഡോറാ തുറക്കണ്ടേ? അതാണ് ഞാനും ആലോചിക്കണേ. ഈ ഡോറാണോ തുറക്ക? ഇത് തുറക്ക. ബസ്സില്
എണീറ്റ് പോവാ നീയാണല്ലോ നേരത്തെ ഇട്ടത്. ഞാൻ ഗെയിമിൽ ഞാൻ ഇത്രയും കളിച്ചിട്ട് അങ്ങനെ ഒരു ശബ്ദം കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. എന്താ തുറക്കാത്തെ? അതെന്താ കണ്ടില്ല? 4 താമരയാൽ ബന്ധിച്ചിരിക്കുന്ന അതിന്റെ ഭാഗങ്ങളില്ലാതെ ഇത് തുറക്കില്ല. അവ ഇവിടെ തന്നെ ഉണ്ട്. 4 താമരയാൽ ബന്ധിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഇല്ലാതെ അത് തുറക്കില്ല. അതിനി ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും? ഇത് പോയി. ഓയിൽ തീർന്നു, ഓയിൽ റീഫിൽ ചെയ്യണം. അതിനെ എവിടെ പോയി കണ്ടുപിടിക്കൂടാ? ചേട്ടന് മേലെ പോയി നോക്കി. താഴെ എന്തായാലും എല്ലാ ഡോറും തുറന്നില്ലേ? മേലെ പോയി അല്ല, ഈ ഡോറ് തുറക്കാനുള്ള ഫുൾ എക്സ്പ്ലോർ ദ ഹൗസ് അല്ലേ സ്റ്റിൽ പറഞ്ഞേക്കുന്നത്. എല്ലാം കിട്ടിയിട്ട് വരാം. ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ററാക്ട് ചെയ്യാം, പക്ഷെ ഒന്നും വേറൊന്നും കാണിക്കുന്നില്ല. ഓ പറഞ്ഞോ. ആ താമര താമര കിട്ടി, താമര കിട്ടി. ഇത് എവിടായിരുന്നു? ഇതാ താമര. എൻ്റെ അകത്ത് റിമാർക്ക്. എല്ലാ ഫോട്ടോ കാണുമ്പോൾ തുറന്നാവും. ആരും വരുന്നുണ്ടോ? ഹലോ, താലച്ചക്രം, നിലവറ. താലച്ചക്രം, നിലവറ. ഇത് എവിടെയോ കൊണ്ടിടണം.